എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി ആർ. എൻ്റെ അമ്മയാണിത്. ഞങ്ങൾ കോട്ടയത്തുനിന്ന് വരുന്നു. ഞാൻ 2024 മെയ് 8 ആയിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മൂമ്മ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് ഉടമ്പടി എടുത്തു, ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ജർമ്മൻ പഠിക്കുന്നതിന് ഒരു മാസം മുന്നേ ആയിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയം അപ്പോൾ വീണ്ടും അമ്മൂമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നു. പക്ഷെ അന്നേരവും എനിക്ക് ഒരു വിശ്വാസം ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് പോയി എൻ്റെ ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എക്സാമിൻ്റെ സമയത്ത് ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ എക്സാം എടുത്ത് തന്ന എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് നീ മര്യാദയ്ക്ക് പാലിക്കേണ്ടതുപോലെയാണോ പാലിച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ചേട്ടൻ്റെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പം പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളിയുടെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഒരു സ്പാർക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ 3 ദിവസം മര്യാദയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് പ്രാർത്ഥിച്ച് 4-ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്നു. അന്നേരം വന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാതാവിനോടൊരു അടുപ്പം എനിക്ക് തോന്നി. ഞാൻ വളരെ കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ 6ാമത് നിയോഗം എഴുതാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എഴുതി, ഞാനന്ന് ജർമ്മൻ എക്സാം പോലും എഴുതിയിട്ടില്ല. ഞാൻ എഴുതി, മാതാവേ എനിക്ക് ജർമ്മൻ ടീച്ചറായിട്ടൊരു ജോലി തരണേന്ന്. ഞാൻ അതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം മൊഡ്യൂളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് നിയോഗം സമർപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ വല്ലാണ്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ പത്രം വാങ്ങിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നേരെ വാട്സപ്പ് ആയിരുന്നത് ഓണായത്. വാട്സപ്പിൽ ഫസ്റ്റ് കിടന്ന മെസ്സേജ് ഓഫർ ലെറ്റർ അയക്കട്ടെ ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിശ്വസിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ എന്നൊരു ഹിൻഡ് തന്നതാണ് എനിക്ക്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ മാതാവിൽ പിന്നെ ഞാൻ ഉഴപ്പിയിട്ടില്ല. എൻ്റെ ഉടമ്പടി ഞാൻ മര്യാദയ്ക്ക് തന്നെ പാലിച്ചു. അങ്ങനെ മെയ് 10 ആക്ച്വലി മെയ് 7 ആയിരുന്നു ആദ്യം ഒരു എക്സാം. അത് ഡേറ്റ് മാറി മെയ് 10 അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി തിരിച്ചു വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു എക്സാമിന് കയറിയേ. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു. ആക്ച്വലി മെയ് 7 എക്സാം എഴുതിയ ഒട്ടുമിക്ക പിള്ളേരും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറിപ്പോയി. മെയ് 10 ഞാൻ എഴുതിയപ്പം ഞാൻ പാസ്സായി എക്സാമിന്. അതായത് 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നേരെ എക്സാം ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ലാംഗ്വേജ് കുറച്ച് പോകുന്നുണ്ട്, ബാക്കി 2 മൊഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അപ്പം തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കയറാനുള്ളൊരു അവസരം തന്നു. അതായത് 1 മാസത്തെ പ്രിപ്പറേഷൻ കോഴ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്പ്രഹനും അതായത് സ്പീക്കിങ്ങോ ഷ്രൈബനോ അല്ലായിരുന്നു. വളരെ ലെവല് നല്ല കൂടിയിട്ടുള്ള സ്പീക്കിങ്ങും ഷ്രൈബനും ഒക്കെ എഴുതുന്ന കുറേ പിള്ളേരെ പരിചയപ്പെടാൻ പറ്റി. അവരിലൂടെ എനിക്ക് എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അങ്ങനെ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായിട്ടുള്ള ഒക്ടോബറിൽ തന്നെ എനിക്ക് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് കിട്ടി. കോലാപ്പൂരായിരുന്നു എക്സാം. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനെയും മുറുക്കെ പിടിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോലാപ്പൂർ ചെന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് എന്തെന്നില്ലാതെ ഭയങ്കര ടെൻഷൻ. ഞാൻ മാതാവിനെ ഒരുപാട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ടെൻഷനാണ്, എന്നെക്കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് എൻ്റെ ഡോറിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്തു, മുട്ടി. അപ്പം ഞാൻ ഡോർ തുറന്നപ്പം എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്സ് എല്ലാം പഠിച്ചായിരുന്നോ, ഇത് നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു
ടോപ്പിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷ്രൈബിലെ റൈറ്റിങ്ങിലെ ടോപ്പിക് ആയിരുന്നു അത്, പുതിയത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ട് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചുമ്മാ മലയാളത്തിലൊന്ന് വായിച്ചിട്ട് ഞാൻ പോയി ക്വസ്റ്റ്യൻ്റെ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് വായിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം എക്സാമിന് കയറി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത് തന്നെ വരുമെന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് അറിയത്തില്ലെന്ന് മാതാവിന് അറിയാലോ, പിന്നെ മാതാവ് എന്തിനാണ് എനിക്ക് ഇത് തന്നെ തന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി മാതാവിനെ പഴി ചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പം എക്സാം ആണ്, അപ്പം നമ്മൾ എക്സാം എഴുതാം, ടൈം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ സെൻറ്റൻസും ആരോ പറഞ്ഞു തരുന്ന രീതിയിൽ എനിക്കിങ്ങനെ എൻ്റെ ചെവിയിൽ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ ആ സെൻറ്റൻസുകളെല്ലാം എഴുതി. ആക്ച്വലി നമുക്ക് 2 പേപ്പർ കിട്ടും റൈറ്റിംഗ് എഴുതാൻ. അതിലൊരു റഫ് പേപ്പർ ഉണ്ട്. ഞാൻ റഫ് പേപ്പർ തൊട്ടതേ ഇല്ല, മെയിൻ ഷീറ്റിലോട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. കാര്യം എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല. മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, അത് ഞാൻ ഡയറക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി അവസാനത്തെ ഒരു 5 മിനിറ്റിൽ ഞാൻ ഈ ജസ്റ്റ് ഈ എഴുതിയതൊന്ന് വായിച്ചിട്ട് കുറച്ച് കറക്ഷൻസും ചെയ്തിട്ട് ഞാൻ കുരിശും വരച്ചപ്പം എൻ്റെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ആ എക്സാമിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എനിക്ക് അറിയാൻ മേലാത്തൊരു ടോപ്പിക്ക്, കാര്യം അറിയാവുന്നതും പഠിച്ചതും വന്നാൽ പോലും പിള്ളേർ പാസ്സാവാത്ത എക്സാം, എങ്ങനെ ഞാൻ ഇത് പാസ്സാവുമെന്ന് എനിക്കറിയില്ല. ആ എക്സാം ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിംഗ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ളത്. കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കണം, അത് വളരെ പാടുള്ളതായിരുന്നു. അപ്പം ഞാൻ എക്സാം ഉച്ച കഴിഞ്ഞായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ കൈയൊക്കെ വേർത്ത് തണുത്തിരിക്കുക. ആ സമയത്ത് ഒരു 20 മിനിറ്റ് മുന്നേ, എക്സാമിന് 20 മിനിറ്റ് മുന്നേ എനിക്ക് എന്തെന്നില്ലാതെ ഉറക്കം വരിക. അപ്പം ഉറക്കം വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 2 മിനിറ്റ് ഉറങ്ങി പെട്ടെന്ന് ആരോ എൻ്റെ പേര് വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എണീറ്റു. അപ്പം തൊട്ട് എൻ്റെ കൈ വേർക്കുന്നില്ല, കൈ തണുത്തിട്ടില്ല. ഭയങ്കര കൂളായിട്ട് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെയായിരുന്നു ഞാൻ എക്സാമിന് കയറിയത്. കിട്ടിയ ടോപ്പിക്കാണെങ്കിലും എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കും. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ തലേ ദിവസം മാതാവിനോട് പറഞ്ഞത്, മാതാവ് എൻ്റെ എക്സാം ഹാളിൽ വരണം, നീല ഡ്രസ്സിട്ട് വരണം എന്ന്. നമ്മുടെ കൃപാസനം ബുക്കിലെ ആ ഉടമ്പടി പത്രത്തിൽ ആ കറക്റ്റ് നീല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ടീച്ചർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എക്സാം പാസ്സായി, സ്പീക്കിംഗ് എനിക്ക് കിട്ടും ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒക്ടോബർ 12-നായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ജപമാല റാലിയിൽ വന്ന് കൂടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജപമാല റാലിയിൽ കൂടുമ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് എക്സാം. അപ്പം ഞാൻ സ്പീക്കിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റൈറ്റിംഗ് കിട്ടൂല എന്നറിയാം, സാരമില്ല നെക്സ്റ്റ് ടൈം പിടിക്കാന്നുള്ള രീതി ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് സ്പീക്കിംഗ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് നടക്കുക. എനിക്ക് അന്നേരം അറിയില്ല, ഭയങ്കര ഊർജ്ജമായിരുന്നു അത് നടക്കാൻ വേണ്ടി. അങ്ങനെ ജപമാല റാലി കംപ്ലീറ്റ് ആക്കി. പക്ഷെ അന്ന് എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായി, അയ്യോ കിട്ടിയില്ലേ. അതിൻ്റെ പിറ്റേ ദിവസവും വന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്ത് ഞാൻ 2ാമത് എക്സാമിന് ഡേറ്റ് എടുത്തു. അതായത് പഞ്ചാബിൽ ഡേറ്റ് എടുത്തു. കാര്യം ഇത് ഷ്രൈബൻ കിട്ടൂല എന്നറിയാലോ. അപ്പം ഞാൻ പഞ്ചാബിൽ ഡേറ്റ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഡേറ്റ് എടുത്തുന്ന ഏജൻറ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നോക്കി. പക്ഷെ അറിയാണ്ട് കൈ തട്ടി എടുത്തത് ഓപ്പൺ ആക്കിയത് ഷ്രൈബൻ്റെ റിസൾട്ടായിരുന്നു. ഞാൻ നോക്കുമ്പം 67 മാർക്ക്, 60 പാസ് മാർക്ക്, 7 മാർക്ക് മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7. ഞാൻ ഇത് കണ്ടതും എനിക്ക് എന്തായിരുന്നു, ഞാൻ നിന്നവിടുന്ന് കരഞ്ഞു. ട്രെയിനിൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, എന്താ കരയുന്നതെന്ന്. അങ്ങനെ സ്പ്രഹൻ ഓൾറെഡി എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ മാതാവ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് പാസ്സായത് ജർമ്മൻ. അങ്ങനെ ഞാൻ ആ യാത്രയ്ക്ക് പോയി. 2ാമത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. പാസ്സായെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. കാര്യം ഒരു പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. നാട്ടിൽ വന്ന പാടെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതും മാതാവ് ഇടപെട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. പലരിലൂടെയും കോട്ടയത്തുള്ളതാണെങ്കിൽ കൂടിയും എന്നോട് കോഴിക്കോടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നു. അതിനുശേഷം നവംബർ 12-ാം തീയതി ആയിരുന്നു ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തത്. നവംബർ 28-ാം തീയതി തന്നെ എനിക്ക് ഇൻ്റർവ്യൂ റെഡിയായി. ഡിസംബർ ആ ഒരു മാസം ജർമ്മനിയിൽ അവധി ആയതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്ന സമയത്ത് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉപയോഗിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. മാതാവിനറിയാം എൻ്റെ ഒരു
കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ മാതാവ് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാത്രമേ മാതാവ് എന്നോട് ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാവരോടും ടഫായിട്ടുള്ളത് ചോദിച്ചപ്പം എന്നോട് വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് പോലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അത്രയും സിമ്പിളായിട്ടുള്ളതായിരുന്നു എന്നോട് ചോദിച്ചത്. അതിനുശേഷം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് കോൺട്രാക്റ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിന്ന്. അങ്ങനെ 1 മാസം കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞൊരു അന്ന് തന്നെ കോൺട്രാക്റ്റ് വാങ്ങിക്കാൻ പോയ അന്ന് തന്നെ എനിക്ക് VFSൽ സ്ലോട്ടും കിട്ടി. എല്ലാം ഭയങ്കര സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെയ്തു തരുന്നത്. കുറേ പിള്ളേർ ജർമ്മനി വേണ്ടിയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നടക്കുമ്പം മാതാവ് എന്നെ മാസങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ. അങ്ങനെ ഞാൻ VFSൽ സ്ലോട്ട് വെക്കാൻ വരുന്ന സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കാര്യം പ്രത്യേകിച്ച് എനിക്കിനി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം മാതാവിലോട്ട് തന്നെ അടുക്കാൻ വേണ്ടി ഞാൻ ഡിസംബർ 7 മാതാവിനെ വന്ന് തൊട്ടു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ തന്നെ മാതാവ് എനിക്ക് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഏപ്രിൽ 10 എനിക്ക് പോകാൻ പറ്റണം, അതുപോലെ മാർച്ച് 10 മുന്നേ എനിക്ക് വിസ കിട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒപ്പിച്ച് എനിക്ക് ഇന്ന് ആ വിസ വന്നേ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് എൻ്റെ വിസ ഓപ്പൺ ചെയ്തേ. കറക്റ്റ് 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് വിസ തന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് പൊതിച്ചോറ് കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലും ആശുപത്രികളിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ റീൽസിലൊക്കെ ഓരോ മക്കൾക്കൊക്കെ അസുഖം വരുന്നത് കാണുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രായമായ അമ്മമ്മമാരെ കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃപാസനത്തിൽ വന്നിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കൃപാസന പത്രങ്ങൾ വചനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പരമപിതാവിനും കോടാനുകൂടി നന്ദി. മോള് പറഞ്ഞത് ചുരുക്കിയാണ്, പക്ഷെ അതിനേക്കാൾ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു സിംഗിൾ മദറാണ്. എന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഒരുപാട് നന്ദി. 89 സങ്കീർത്തനം 3 തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടിയുണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കുന്നു. ശ്രീലക്ഷ്മിയെ പരിശുദ്ധ അമ്മ ഞെട്ടിപ്പിച്ച ഒരു സാക്ഷ്യമാണിത്. ഇന്നും ശ്രീലക്ഷ്മിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കാൻ, ഞാനതിനു മാത്രം എനിക്ക് യോഗ്യതയുണ്ടോ? യോഗ്യതയില്ല എന്ന് തന്നെയാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഈശോയെക്കുറിച്ചോ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു മകളാണ്. ആദ്യമായി മറ്റെല്ലാവരെയും പോലെ തന്നെ മകൾ ആദ്യമായി കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ ഉടമ്പടി എന്തെന്നോ ഈശോ ആരെന്നോ പരിശുദ്ധ അമ്മ ആരെന്നോ യാതൊരു അറിവുമില്ലാതെ കണ്ണടച്ച് വിശ്വസിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് ശ്രീലക്ഷ്മി സ്വന്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ശ്രീലക്ഷ്മിയെ ആരെന്തു പറഞ്ഞാലും തൻ്റെ ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മ ആരാണെന്നും പേഴ്സണലി ഇന്ന് പറയാനുള്ള ഒരു ഉത്തരം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമ്പടി ആഴമായി ജീവിച്ചതിൻ്റെ ഒരു തെളിവാണ്. പരിശുദ്ധമ്മ ഇടപെട്ടുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇൻസെൻറ്റീവായി കൊടുത്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഈ മകൾ വളരെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിലുണ്ടായി. ഒരു മെറിറ്റുമില്ലാതെ താൻ കയറി വന്നത്, ഇന്ന് ഞാനൊരു ജർമ്മൻ ട്യൂട്ടറായത്, ഞാൻ പറഞ്ഞ ആ ദിവസത്തിൽ തന്നെ ഡേറ്റിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ ആ പേജിൽ തന്നെ 7 എന്ന നമ്പറുള്ള പേജിൽ എനിക്ക് വിസ അപ്രൂവലാക്കി തന്നു, സ്റ്റാമ്പ് ചെയ്തു തന്നു. അങ്ങനെയെല്ലാം പരീക്ഷ എഴുതുന്ന സമയത്തായാലും എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എനിക്ക് ഉത്തരം പറയാനുള്ള സാധ്യതകൾ, അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ മികവും നിറവും എല്ലാം ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ്. മന്ന കണ്ടപ്പോൾ ഇസ്രായേൽക്കാർ ചോദിച്ചു, ഇതെന്ത്? ഇന്ന് അതിശയിപ്പിക്കുന്നതൊന്ന് മാത്രമാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നത്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. നിസ്സാര അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ ഡിസ്കണക്റ്റ് ചെയ്യരുത്.
നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിഫൈൻഡ് ആവണം നമ്മുടെ ഉടമ്പടി എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലരെല്ലാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്കത് സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഈശോയെ തള്ളി മാറ്റി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുള്ള ശരണം വേണ്ടെന്ന് വെക്കുന്ന മക്കൾക്ക് വളരെ തകർച്ചകൾ വീണ്ടും, അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ശേഷവും നന്ദി പറയാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവൾ വീണ്ടും സങ്കടപ്പെട്ടു പോകുന്നത് നാം കാണുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെയാകാതെ എപ്പോഴും ഉടമ്പടി ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈശോയും പരിശുദ്ധ അമ്മയും വേദനിപ്പിക്കരുത് എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും ഇങ്ങനെ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് തന്നെ തോന്നി, ശ്രീലക്ഷ്മി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, ഈ കുടുംബം എന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല, എനിക്ക് ഇവരെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കും. വിശ്വസ്തനായ സേവകനോട് 5 താലന്ത് 10 ആക്കി കൊടുത്തവനോട് ദൈവം പറയുന്നത് പോലെ, ഇതാ നിനക്ക് 5 കൂടി തരുന്നു, നിന്നെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായി നിന്നെ ഞാൻ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. അത് നമുക്കൊരു ഇന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു വലിയ ജർമ്മൻ വിസ നൽകി മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈശോയെ അവിടെ പ്രഘോഷിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായ മിഷണറിയായി മകളെ പറഞ്ഞു വിടുകയാണ്. നാം ഓരോരുത്തരും പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെ സഹനങ്ങളിലൂടെയെല്ലാം നമുക്കൊരുപാട് വലിയ വലിയ പഠനങ്ങൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. നാം ഉടമ്പടി പഠിച്ചെടുക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദിസ് ടോപ്പിക് ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റാണെന്ന് അച്ഛൻ പറയാറുണ്ട്. ശരിയാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വാത്സല്യവുമെല്ലാം നാം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര വലിയ മഹാകാവ്യത്തിൻ്റെ ഒരു ഉടമ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമുക്ക് ഈശോ കൈമാറ്റം നടത്താം. ക്രിസ്തു നമ്മിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജർമ്മൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ, വിസ തടസ്സങ്ങളുള്ളവരെ, ജോലിയില്ലാത്തവരെ, വഴിവിട്ട ജീവിതങ്ങൾ നയിക്കുന്ന എല്ലാ യുവ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.